രവി മോഹന്റെയും നിത്യ മേനോന്റെ ഒരു പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. കാതലിക്ക് നേരമില്ലേ, അഥവാ നോ ടൈം ടു ലവ്. സോ രവി മോഹൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഈ മറ്റേ സീറോ ഇമോഷണൽ കണക്ഷൻ ഉള്ള ഭയങ്കര കോംപ്ലക്സും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സിനിമകളാണ് നിങ്ങളുടെ കപ്പ് ഓഫ് ടീ. നിങ്ങളെ കണ്ടിരിക്കേണ്ട ഒരു മഹാ അത്ഭുതമാണ് ഈ നോ ടൈം ടു ലവ്. സോ ഇതിൽ നമ്മുടെ രവി മോഹന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ 140 കോടി പോപ്പുലേഷൻ ഓൾറെഡി ഇന്ത്യയിലുണ്ട്. ഇനി അതിലേക്ക് എന്റെ വക ഒരു അഡീഷൻ വേണ്ട, അതുകൊണ്ട് എനിക്ക് കൊച്ചുങ്ങൾ വേണ്ട പറഞ്ഞ് നടക്കുന്ന നായകൻ. സോ നായകൻ ഒരു കാമുകിയുണ്ട്. കാമുകിക്കാന്ന് വെച്ചാൽ 100 കൊച്ചുങ്ങൾ വേണം പറഞ്ഞ് നടക്കുന്ന ഒരു കാമുകി. നമ്മുടെ നിത്യ മേനോന്റെ ക്യാരക്ടർ എങ്ങനെ വെച്ചാൽ IVF ചെയ്തിട്ട് എനിക്ക് ഒരിക്കലും 10 കൊല്ലം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ കൊച്ചുങ്ങൾ വേണം പറഞ്ഞ് നടക്കണം. 2 ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ രവി മോഹന്. ഒന്ന് നമ്മുടെ വിനയ് റായ്, ആൾ ഒരു ഗേ ആണ്, പക്ഷെ ആൾക്കും കൊച്ചുങ്ങൾ വേണം. ആ ഗ്യാപ് പാരന്റിങ് ഒരിക്കലും പാടില്ല പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് യോഗി ബാബു. ആൻഡ് യോഗി ബാബു ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. സോ പലതരം ഫ്രണ്ട്ഷിപ്പ് പാത്തിരിക്ക് ഈ മറ്റേ ചായ കുടിക്കാൻ വിളിച്ചാൽ പോണ ഫ്രണ്ട്സ്, ഈവൻ ആത്മഹത്യ ചെയ്യാൻ വിളിച്ചാൽ പോലും പോണ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്. സ്പേം ഫ്രീസിങ്ങിന് ഒരുമിച്ച് പോണ ഫ്രണ്ട്ഷിപ്പ് ആദ്യമായിട്ട് കാണുന്നത് കിടിലൻ ഫ്രണ്ട്ഷിപ്പാണ് എന്തായാലും. സോ ഇതില് നമ്മുടെ നായകൻ ജയൻ രവിയുടെ അല്ലെ രവി മോഹന്റെ കാമുകി രവി മോഹനെ പറ്റിക്കും എൻഗേജ്മെന്റ് ഇടയ്ക്ക്. പിന്നീട് അണ്ണൻ ഒരു പണ്ണൽ വീരനായിട്ട് പല പെണ്ണുങ്ങളിലൊപ്പം കിടക്കാൻ പോണതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നിത്യ മേനോന്റെ കാമുകം പറ്റിക്കും വേറെ ആളൊപ്പം കടന്നിട്ട്. സോ അറ്റ് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ മറ്റേ കാതലിക്ക് നേരമില്ലേ പറയുമ്പോൾ ബേബീസും അതേപോലത്തെ സെക്സും മാത്രം മതി എന്നാണോ? എനിക്ക് അതാണ് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായത്. പിന്നെ നമ്മുടെ ജോങ്ക്ലി റമി അണ്ണനുണ്ട് ഇതില്. സോ സബ് ടൈറ്റിൽ തന്നുകൊണ്ട് അണ്ണൻ പറയുന്നത് കുറെ മനസ്സിലായിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷ് സിനിമയാണ് തമിഴ് സിനിമയാണ്? അതാണ് എന്റെ ബേസിക്കലി ക്വസ്റ്റ്യൻ. ഇതിൽ പല ഡയലോഗ്സും ഇംഗ്ലീഷിലാണ് മുക്കാഭാഗം, എന്നിട്ട് അതിന് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വരെ. ഇംഗ്ലീഷ് മനസ്സിലാവാൻ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ. എന്തായാലും കൊള്ള കാര്യങ്ങളൊക്കെ. സോ മലയാളം തമിഴ് എല്ലാ ലാംഗ്വേജിലും അവൈലബിൾ ആണ്. യൂഷ്വൽ സ്റ്റീരിയോ ടൈപ്പ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് സാധാരണ കല്യാണത്തിന് മുമ്പ് ഒരു കൊച്ചു പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞാൽ മിക്ക സിനിമകളിലും നമ്മൾ കാണുന്നത് അയ്യോ എന്റെ മോള് പഴിച്ചേ പറഞ്ഞ നിലവിലല്ലേ. ഇത് ചെകിടത്ത് ഒരു അടിയിൽ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ രവി മോഹന്റെ ക്യാരക്ടർ കണ്ട് ഭയങ്കര ഈഗോ ഉള്ള ഒരു ക്യാരക്ടറാണ്. മറ്റേ കാമുകി പറയും നീ ജോലി ക്വിറ്റ് ചെയ്തോ, ഞാൻ നിന്റെ ഫിനാൻഷ്യൽ എക്സ്പെൻസ് നോക്കാൻ പറയുമ്പോ ഈ പൊട്ടൻ പറയുന്നത് വേണ്ടാന്ന്. വേറെ നമ്മുടെ അടുത്തൊക്കെ ചോദിച്ചാൽ നമ്മൾ എപ്പോഴും റെഡി പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ യൂഷ്വൽ ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. നീ ഭയങ്കര സുന്ദരിയാണ് ദേഷ്യപ്പെടുമ്പോ എന്നുള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയാണ് ബേസിക്കലി പറയാലോ. AC-യുടെ വേവ് പോലെയാണ്. ചില സമയത്ത് നമുക്ക് നല്ല രസം പോലെ തോന്നും, ചില സമയത്ത് ഭയങ്കര വെറുപ്പിക്കലാണ്. ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ യോഗി ബാബുവിന്റെയാണ്. ആളുടെ കൗണ്ടേഴ്സ് ഒന്നും പൊട്ടും വർക്കാവില്ലാത്ത പോലെയാണ്. നല്ല ചളി അടിക്കുക ഒരു കുറവില്ല. അതേപോലെ തന്നെ വിനയ് റായ് ഈ വില്ലനായിട്ട് കണ്ടിട്ട് നല്ല റോൾ ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ ലാൽ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ ഫ്രണ്ട്സിനെ ഒന്നും കാണാൻ പോലും ഇല്ല. ഇപ്പൊ കുറെ പേര് വന്ന് പറയും നീ സിനിമയുടെ കഥ മൊത്തം പറയണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാ കാണുന്നതെന്ന്. ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ നടക്കുന്ന കാര്യമാണ് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ പിന്നെയും കിടക്കുന്നുണ്ട്. 2 മണിക്കൂർ 20 മിനിറ്റ് എന്തോ ഉണ്ട് പടം. ആദ്യം പെർഫോമൻസ് അത്ര സുഖമായിട്ടൊന്നുമില്ല. നിത്യാമേനൊക്കെ ഭയങ്കര ഓവറായിട്ടാണ് തോന്നിയത്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഈ ഇടയ്ക്ക് ഫെസ്റ്റീവ് സീസണിന്റെ ഭാഗമായിട്ടൊക്കെ ഇറക്കി വിട്ട പടമാണ് തിയേറ്ററിൽ. ഫെസ്റ്റീവ് സീസണിൽ ഇറക്കാൻ പറ്റിയ പടമാണല്ലോ. എനിക്ക് ഇമോഷണൽ കണക്ഷനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ജയൻ രവി മോഹൻ പേര് മാറ്റിക്കൊണ്ട് സിനിമ മാറണമെന്നൊന്നുമില്ല. എഗെയിൻ ഒരു ബോംബ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. AR റഹ്മാന്റെ മ്യൂസിക് ഒക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. ആ 1-2 പാട്ടൊക്കെ കൊള്ളായിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ട്രൈ ഇട്ടോ.